വന്ദനമേശുപരാ നിനക്കെന്നു വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടി ആ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടി ആ തിരുനാമത്തിനാദരവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 19 അധ്യായം അതിന്റെ 11 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃത്തം അന്ധത പിടിപ്പിച്ചു, അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ആമേൻ. ലോത്തിനെ തകർക്കുവാൻ വേണ്ടി ആ ദേശം മുഴുവനും, അല്ലെങ്കിൽ ലോത്തിന്റെ വീട്ടിൽ വന്ന ആ 2 പുരുഷന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി ആ പട്ടണം മുഴുവൻ ഇളകി വരുമ്പോൾ ലോത്തിനെ ദൂതന്മാർ കൈനീട്ടി പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റി വാതിലടച്ച് പുറത്ത് നിൽക്കുന്നവർക്കെല്ലാം വഴി കാണാത്ത വണ്ണം, വാതിൽ കാണാതെ വണ്ണം അന്ധത പിടിപ്പിച്ചു. ആമേൻ. ഇതൊരു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. ആ ജനം മുഴുവൻ പ്രഭാതം വരെ വഴിയറിയാതെ, വാതിലറിയാതെ തപ്പി വട്ടം കറങ്ങി. ഇതേപോലത്തെ ഒരു സംഭവം എലീശ പ്രവാചകനെ പിടിക്കുവാൻ വന്ന ഇടത്തും നമുക്ക് കാണുവാൻ കഴിയും. അതെ, ഇതൊരു ദൈവശബ്ദമാണ്. നിന്നെ തകർക്കുവാനുള്ള റൂട്ടുകളെ ദൈവം ക്യാൻസൽ ചെയ്യും. നിന്നെ തകർക്കുവാൻ വേണ്ടിയുള്ള വഴികളെ ദൈവം അടയ്ക്കും. അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഏതൊക്കെയോ ചില തന്ത്രങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ അത്ഭുതകരമായി വിടുവിച്ച് ആ പ്ലാൻ ചെയ്തവരുടെ ലക്ഷ്യങ്ങളെ ദൈവം മാറ്റുന്നതായിട്ടാണ് ഈ വചനം നിന്ന് നിങ്ങൾക്ക് ദൂത് നൽകുന്നത്. അവർക്ക് അന്ധതയും നിനക്ക് ആശ്വാസവും, അവർക്ക് അന്ധതയും നിങ്ങൾക്ക് ജീവരക്ഷയും, അവർക്ക് അന്ധതയും നിങ്ങൾക്ക് സുരക്ഷിതത്വവും ദൈവം നൽകുന്നു. അനേകർ അന്ധത പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുരക്ഷിതത്വം, അനേകർ അന്ധതയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തേജസ്, അന്ധകാരം ഭൂമിയെ, കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേൽ ഞാൻ ഉദിക്കും. മറ്റുള്ളവരെ പോലെ തകർന്ന് വലയാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നിന്നോട് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട് കേട്ടോ. ഇന്ന് നിന്റെ കുടുംബം തകർന്നു പോകുന്ന ചില അനുഭവങ്ങളൊക്കെ നിന്റെ മുമ്പിലുണ്ടാകാം. പക്ഷെ നീ നിന്റെ തലമുറകളും സുരക്ഷിതമാകാൻ പോവുകയാണ്. തലമുറകളുമായി ബന്ധപ്പെട്ട് ചില ദൈവിക വിടുതലിന്റെ സമയമാണ്. ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ടായിട്ടും ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാതെ പോയ ചിലർ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു സുരക്ഷിതത്വം ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ചില കരുതലുകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. അത്ഭുതകരമായ ചില കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. എല്ലാവരെ പോലെ ഒരാളായി തീരാൻ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. അവർക്കെല്ലാം അന്ധത. പക്ഷെ നീ പൈശാചികമായ പദ്ധതികളൊന്നും നിന്റെ കുടുംബത്തിൽ നടക്കത്തില്ല. നിനക്ക് വിരോധമായി വരുന്ന ആയുധങ്ങളൊന്നും നിനക്ക് ഫലിക്കത്തില്ല. ഇന്നത്തെ ദിവസം ആമേൻ, ലോത്തിനെ വിടുവിക്കുവാൻ വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ അന്ധത പിടിപ്പിച്ച ദൈവം നിന്റെ ദൈവമാണ്. നിന്നെ വിടുവിച്ചിരിക്കും കേട്ടോ. ഒരു ദേശം മുഴുവൻ ഇളകി വന്നാലും, ഒരു സമൂഹം മുഴുവൻ നിനക്കെതിരായാലും കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കും. ചിലതിനകത്ത് നീ അകപ്പെടാതെ പുറത്തു വന്നിരിക്കും. നീ അത്ഭുതകരമായി രക്ഷപ്പെടും. പലയിടത്തു നിന്നും ദൈവം നിന്നെ രക്ഷിക്കും. മനുഷ്യന്റെ പലവിധ തന്ത്രങ്ങളിൽ നിന്നും, ദുഷ്ടന്റെ പല ആഗ്രഹങ്ങളിൽ നിന്നും നീ വിടുവിക്കപ്പെട്ടിരിക്കും. യെസ്, ഇന്ന് ഈ വചനം വിശ്വസിക്കുക. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ബലപ്പെടുത്തുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യും.
കർത്താവെ, അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പിതാവെ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് പല കെണികളിൽ നിന്നും അവരെ സുരക്ഷിതമാക്കുന്നതിന് നന്ദി പറയും. കർത്താവ് ദുഷ്ടൻ്റെ കർത്താവ് കണ്ണിൽപ്പെടാതെ വണ്ണം പരിശുദ്ധാത്മാങ്ങ് അവരെ സംരക്ഷിക്കുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ വിടുവിക്കപ്പെട്ടിരിക്കട്ടെ, സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇവർ സുരക്ഷിതമായിരിക്കട്ടെ, ഇവരുടെ കുടുംബം സുരക്ഷിതമായിരിക്കട്ടെ, ഇവർക്ക് വിരോധമായുള്ള തന്ത്രങ്ങളെല്ലാം പൊളിയട്ടെ. ആമേൻ. അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ, അന്ധകാരം സമൂഹത്തെ മൂടുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ഞങ്ങൾക്ക് തേജസ്സും ഞങ്ങളുടെ മേൽ അങ്ങയുടെ ഉദയവും സംഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ചില വലിയ ശത്രുക്കളുടെ നിരയ്ക്കകത്ത് അകപ്പെട്ടു പോയ ചില കുടുംബങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. ചുറ്റുപാടും ചില പ്രതിസന്ധികളുടെ നടുവിൽ വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം അവരുടെ പ്രാർത്ഥനയും ആരാധനയൊക്കെ ചോദ്യം ചെയ്യുന്ന ചിലർ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. അവിടെ നിന്നൊന്നും മാറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ഉണ്ടല്ലോ. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം അവരെ കാണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പോകുന്നതിനായി നന്ദി. എന്നാൽ അവർ സുരക്ഷിതമായിരിക്കും. അവരെ ഒരനർത്ഥവും വരാതെ സൂക്ഷിക്കും. അവരുടെ തലമുറകളെ തകർത്ത് കളയുവാൻ വാദിക്കുന്ന ചില ദുഷ്ട കണ്ണുകളെ കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് അനുഗ്രഹവും ആശ്വാസവും കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. കർത്താവെ, അവരും അവരുടെ കുടുംബവും അത്ഭുതകരമായിരിക്കട്ടെ. അവർ ദൈവപ്രവർത്തിക്കാൻ എഴുന്നേൽപ്പിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ദൂതുകൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കർത്താവിൻ്റെ കൃപ ഇന്നത്തെ ദിവസം കൂടെ ഉണ്ടായിരിക്കും. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.